അവൾ അറിയാതെ മൊബൈൽ ഫോൺ ഫ്രെവിന്റെ ഫോണുമായി കണക്ട് ചെയ്തു. വിഷ്ണുവിനെ മർദ്ദിക്കുമായിരുന്നു. കൂടുതൽ വെളിപ്പെടുത്തലുമായി സുഹൃത്ത്. എളങ്കൂരിൽ ഭർതൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി വിഷ്ണുജയുടെ സുഹൃത്ത്. ഭർത്താവിൽ നിന്നും വിഷ്ണുജ നേരിട്ടത് കടുത്ത പീഡനമെന്ന് സുഹൃത്ത്. വിഷ്ണുജയ്ക്ക് ശാരീരിക പീഡനവും ഏൽക്കേണ്ടി വന്നു. സുഹൃത്തുക്കളോട് സംസാരിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല. കഴുത്തിന് കയറി പിടിക്കാറുണ്ടായിരുന്നുവെന്നും അടിക്കുമെന്നും സുഹൃത്ത് പറയുന്നു. വിഷ്ണുജയുടെ ഫോൺ ഫ്രെവിന്റെ നിയന്ത്രണത്തിലായിരുന്നുവെന്നാണ് സുഹൃത്ത് പറയുന്നത്. വിഷ്ണുജ അറിയാതെ മൊബൈൽ ഫോൺ ഫ്രെവിന്റെ ഫോണുമായി കണക്ട് ചെയ്തിരുന്നു. വിഷ്ണുജയുടെ ഫോണിൽ നിന്ന് പ്രതി തെളിവുകൾ നീക്കം ചെയ്തുവെന്നും സുഹൃത്ത് പറഞ്ഞു. ഫോണിൽ പോലും വിഷ്ണുജയ്ക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. ഫോൺ ഇടയ്ക്ക് ചെക്ക് ചെയ്യുമായിരുന്നുവെന്നും സുഹൃത്ത് പറഞ്ഞു. സംഭവത്തിൽ വിഷ്ണുജയുടെ ഭർത്താവ് ഫ്രെവിന്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം മഞ്ചേരി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ആത്മഹത്യാ പ്രേരണ, സ്ത്രീപീഡനം എന്നീ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയത്. അതേസമയം കേസിൽ പോലീസ് ഭർതൃവീട്ടുകാരുടെ മൊഴിയെടുക്കും. ജീവനൊടുക്കിയ വിഷ്ണുജയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ഭർതൃവീട്ടുകാർക്കെതിരെയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ അറസ്റ്റ് ചെയ്ത ഭർത്താവ് പ്രബിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുപാടം സ്വദേശി വിഷ്ണുജയെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയെ പ്രബിനും വീട്ടുകാരും ഉപദ്രവിച്ചിരുന്നുവെന്ന് വിഷ്ണുജയുടെ കുടുംബം ആരോപിച്ചിരുന്നു. 2023 വിഷ്ണുജയും എളങ്കൂർ സ്വദേശി പ്രബിനും തമ്മിലുള്ള വിവാഹം. എന്നാൽ വിഷ്ണുജയുടെ ആത്മഹത്യയിൽ പങ്കില്ല എന്നാണ് പ്രബിന്റെ കുടുംബം പറയുന്നത്. വിവാഹം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ എന്റെ ജോലി കണ്ടിട്ട് എന്റെ കൂടെ വരണ്ട, നീ സ്വന്തമായി ഒരു ജോലി വാങ്ങിക്കോ എന്ന് പ്രബിൻ പറഞ്ഞിരുന്നതായി വിഷ്ണുജയുടെ അച്ഛൻ വാസുദേവൻ പ്രതികരിച്ചു. അതിനുശേഷം ഒരു ജോലിക്കായി വിഷ്ണുജ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. വിഷ്ണുജയ്ക്ക് സൗന്ദര്യമില്ലെന്നായിരുന്നു പ്രബിന്റെ മറ്റൊരു കുറ്റപ്പെടുത്തൽ. സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് ബൈക്കിലൊപ്പം കയറ്റാറില്ലെന്നും ഏറെ സങ്കടമാണ് മകൾ അനുഭവിച്ചിരുന്നതെന്നും അച്ഛൻ പറയുന്നു.